أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وشددنا ملكه وآتيناه الحكمة وفصل الخطاب وهل أتاك نبأ الخصم إذ تسوروا المحراب إذ دخلوا على داود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد. أما بعد اتقوا الله عباد الله. സഹോദരന്മാരെ, സൂറത്തു സ്വാദ് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 19 വരെയുള്ള ആയത്തുകൾ നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 20 മുതൽ 23 കൂടിയ ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാം ഇതുവരെ പറഞ്ഞു വന്നത്, ഇപ്പോൾ അവസാനമായി നമ്മൾ സംസാരിച്ച് നിർത്തിയത്, ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകളാണ്. അതിന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ദാവൂദ് നബി അലൈഹിസ്സലാമിന് ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ഒരു പ്രവാചകനായിരുന്നു എന്ന്. വളരെ കയ്യൂക്കുള്ള, ശാരീരിക ബലമുള്ള ഒരു പ്രവാചകൻ. അതോടൊപ്പം തന്നെ പർവ്വതങ്ങളും പക്ഷികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ഏറ്റുപാടുന്ന അത്രയും സ്വര മാധുര്യമുള്ള ഒരു പ്രവാചകൻ. വിവിധതരം പക്ഷികളെയൊക്കെ ഒരുമിച്ച് കൂട്ടി നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകൻ. അങ്ങനെയുള്ള ആ പ്രവാചകനെ നീ ഓർക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളാണ്. വശദദിനാ മുൽക്കഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്. വശദദിനാ മുൽക്കഹു, അദ്ദേഹത്തിൻ്റെ ആധിപത്യം നാം സുശക്തമാക്കുകയും ചെയ്തു. നല്ല കെട്ടുറപ്പുള്ള അധികാരം അഥവാ ഭരണം അദ്ദേഹത്തിന് നൽകി എന്നർത്ഥം. വആതൈനാഹുൽ ഹിക്മത, അദ്ദേഹത്തിന് തത്വജ്ഞാനം നാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് തത്വജ്ഞാനം നൽകി. വഫസ്ലൽ ഖിതാബ്, തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ട സംസാര വൈഭവവും നൽകി. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു 3 കാര്യങ്ങളാണ് പറയുന്നത് ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകിയത്. അതിൽ ഒന്ന്, ശദദിനാ മുൽക്കഹു, അദ്ദേഹത്തിൻ്റെ അധികാരം നാം സുശക്തമാക്കിയെന്ന നല്ല കെട്ടുറപ്പുള്ള ഒരു ഭരണ സംവിധാനം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. മറ്റൊന്ന്, ഹിക്മത്ത് നൽകി, തത്വജ്ഞാനം അള്ളാഹു നൽകി. അഗാധ പാണ്ഡിത്യം, വലിയ വിവരം, തത്വചിന്തകൾ, അങ്ങനെയുള്ളതെല്ലാം നൽകി. ഹിക്മത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. വിദ്യ, തത്വജ്ഞാനം, അറിവ്, ഒക്കെ അർത്ഥം പറയാം. അപ്പോൾ ഉന്നതമായ തത്വജ്ഞാനങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് നൽകി. പിന്നെ മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യമായി പറയുന്നത് ഫസ്ലുൽ ഖിതാബാണ്. ഫസ്ലുൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ സംസാര വൈഭവം. അതാണ് വാക്കിൻ്റെ അർത്ഥം, സംസാര വൈഭവം. ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി അത് സംസാരിച്ച് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. സംസാരിക്കുമ്പോഴൊക്കെ ഏത് എതിരാളിയാണ് മുമ്പിൽ വന്നതെങ്കിലും സത്യത്തിൻ്റെ കാര്യം സംസാരിച്ച് ജയിക്കാൻ ഉള്ള ഒരു നാവിന് അത്തരത്തിലുള്ള ഒരു വൈഭവം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്ന 20-ാം ആയത്തിൻ്റെ പദാനുപദാർത്ഥം. വശദദിന, നാം അദ്ദേഹത്തിന് ശക്തി നൽകുകയും ചെയ്തു, ബലപ്പെടുത്തുകയും ചെയ്തു, അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. മുൽക്കഹു, അദ്ദേഹത്തിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ രാജത്വം അല്ലെങ്കിൽ അധികാരം. ആത്തൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. എന്നുള്ളത് ആത്തൈന, നാം നൽകി, ഹു അദ്ദേഹത്തിന്. ആത്തൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. അൽ ഹിക്മത, വിജ്ഞാനം അല്ലെങ്കിൽ തത്വജ്ഞാനം, അതുമല്ലെങ്കിൽ യുക്തി എന്നൊക്കെ അർത്ഥം പറയാം ഹിക്മത്തിന്. വഫസ്ലൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിലുള്ള തീരുമാന വൈഭവം. ഫസ്ല് തീരുമാനം, ഖിതാബ് അഭിമുഖ സംഭാഷണം. അപ്പോൾ സംസാര വൈഭവം എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഫസ്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർണായകമായ ഭാഷണം. ഫസ്ല് തീരുമാനിക്കാനുള്ള കഴിവ് എന്നാണ്. ഫസ്ല് തീരുമാനം, യോമുൽ ഫസ്ൽ എന്നൊക്കെ പറയും. തീരുമാനത്തിൻ്റെ ദിവസം, അന്ത്യദിനത്തെ പറ്റി പറയും.
ഫസുല് തീരുമാനം, ഖിത്താബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരം. അപ്പോൾ സംസാരിക്കാൻ തീരുമാനം വ്യക്തമാക്കി എടുക്കാനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ള കഴിവ്, സംസാര വൈഭവം ചുരുക്കി പറയാം. ഇനി നമുക്ക് 21-ാം ആയത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ മുതൽ ഏതാനും ആയത്തുകൾ, അതായത് 25 വരെയുള്ള ആയത്തുകളിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ച ഒരു കാര്യം ഓർമ്മപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വിവരിച്ചു കൊടുക്കുക. വലിയ അധികാരമുള്ള പ്രവാചകനായിരുന്നല്ലോ ദാവൂദ് നബി അലൈഹിസ്സലാം. രാജാക്കന്മാരായ പ്രവാചകന്മാരെ പറ്റി ഖുർആൻ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം പോലെയുള്ള പ്രവാചകന്മാരെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഖുർആനിൽ. അപ്പോൾ ഒരേ സമയത്ത് അധികാരവും രാജാധികാരവും ഭരണകർത്താവും ഒക്കെയായി ഭരണം നടത്തി, അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ പ്രചരിപ്പിച്ച് പ്രബോധനം ചെയ്ത് നടന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഒരു പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അധികാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്, വിശാലമായ സമ്പത്തിൻ്റെ സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ആ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതകാലത്തുണ്ടായ ഒരു പരീക്ഷണം വിശദീകരിക്കുകയാണ്. വഹൽ അതാക്ക, പ്രവാചകരെ നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? നബ വർത്തമാനം, നബ ഉൽ ഹസ്മി, വഴക്ക് കൂടുന്ന ആ കക്ഷികളുടെ വിഷയം, ആ വർത്തമാനം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ തസവ്വറൂ, അവർ മതിൽ ചാടിക്കടന്ന സന്ദർഭത്തിൽ, ചുമര്, മതിലുകൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് ചുമരാണ്, ചുമര് ചാടിക്കടന്നു വന്ന സന്ദർഭം, അൽ മിഹ്റാബ്, മിഹ്റാബിൻ്റെ, അതായത് പ്രാർത്ഥനാ മണ്ഡപത്തിൻ്റെ മതില് ചാടിക്കടന്ന് വന്ന ആ സന്ദർഭം. അതായത് ദാവൂദ് നബി അലൈഹിസ്സലാം പ്രാർത്ഥനാ വേളയിലിരിക്കെ രണ്ട് കക്ഷികൾ, കക്ഷി എന്നാ പറഞ്ഞത്, ഇനി രണ്ടാൾക്കാരാണോ, അവരുടെ രണ്ട് ആൾക്കാരുടെയും കൂടെ ഒന്നിലധികം ആൾക്കാർ വേറുണ്ടോ അതൊന്നും അറിയിട്ട് അള്ളാഹു ആലം. രണ്ട് കക്ഷികൾ ഹസ്മ എന്നാ പറഞ്ഞത്, രണ്ട് തർക്ക കക്ഷികൾ. അപ്പം ആ രണ്ട് കക്ഷികൾ വന്നു എന്നാ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ. അത് ഖുർആനൊക്കെ വായിച്ചാൽ അതിൻ്റെ തഫ്സീറുകളൊക്കെ വായിക്കുമ്പോൾ അത് 2 പേരായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ദാവൂദ് നബി അലൈഹിസ്സലാം ദീർഘമായി നമസ്കാരത്തിൽ പ്രവേശിക്കുമായിരുന്നു, ദീർഘസമയം. അദ്ദേഹം രാത്രിയിലെ നല്ലൊരു ഭാഗം നമസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. ഹദീസുകളിലൊക്കെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹം രാത്രിയുടെ 1/3 ഉറങ്ങും, പിന്നെ എഴുന്നേറ്റിട്ട് ദീർഘനേരം നമസ്കരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. ആ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ, മിഹ്റാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ ഇമാമ് നിൽക്കുന്ന ഭാഗത്തിന് മിഹ്റാബ് എന്നാണല്ലോ പറയാറ്. അപ്പോൾ പ്രാർത്ഥനാ മണ്ഡപം എന്ന് മിഹ്റാബിന് അർത്ഥം പറയാം നമുക്ക്. അതായത് ദാവൂദ് നബി അലൈഹിസ്സലാം ദീർഘമായി നമസ്കരിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ മറ്റ് സ്വസ്ഥമായി ആരാധിക്കാൻ, സ്വസ്ഥമായി ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു മിഹ്റാബ് പണിതിരുന്നു, ഒരു പ്രാർത്ഥനാ മണ്ഡപം. ദാവൂദ് നബി അലൈഹിസ്സലാം ആ പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ആരും തന്നെ അദ്ദേഹത്തെ ശല്യപ്പെടുത്തില്ല, ആരും അങ്ങോട്ടേക്ക് പ്രവേശിക്കില്ല. ഒരു സ്വകാര്യ റൂം പോലെയാണ്, സ്വകാര്യ പ്രാർത്ഥനാ മണ്ഡപമാണ്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കക്ഷികൾ, രണ്ടാൾ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്, രണ്ട് കക്ഷികൾ, പരസ്പരം തർക്കത്തിൽ ഏർപ്പെട്ട രണ്ട് കക്ഷികൾ, രണ്ടാൾക്കാർ ആ മിഹ്റാബിൻ്റെ, ആ പ്രാർത്ഥനാ മണ്ഡപത്തിൻ്റെ ചുമര് ചാടിക്കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഇതാണ് ആ സംഭവം. പ്രവേശിച്ച മാത്രയിൽ പെട്ടെന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിനൊരു ഭയപ്പാടുണ്ടായി. കാരണം അങ്ങനെ രണ്ടാൾ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്ന ഒരു റൂമിലേക്ക് പ്രവാചകനും ഭരണാധികാരിയുമായ അദ്ദേഹത്തിന് മുമ്പിലേക്ക് പെട്ടെന്ന് ചാടിയിറങ്ങിയപ്പോൾ ഇതെന്തോ അക്രമത്തിന് ഉദ്ദേശിച്ച് തനിക്കെന്തെങ്കിലും തന്നെ എന്തെങ്കിലും വകവരുത്താനോ അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്നതാണോ എന്ന് സ്വാഭാവികമായും പേടിക്കും. ആരാണെങ്കിലും പേടിക്കും, ഏത് ഭരണകർത്താവാണെങ്കിലും പേടിക്കും. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു നടുക്കമൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാണ്. അതാണ് ഈ സംഭവം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ നമുക്ക് അവിടെ വെച്ചിട്ട് മനസ്സിലാക്കാം. 21-ാമത്തെ ആയത്തിൻ്റെ പദാർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. വഹൽ ഹൽ ഉണ്ടോ, ആണോ എന്നൊക്കെയാണ്. ഹൽ അത്താക്ക, നിനക്ക് വന്നിട്ടുണ്ടോ. അത്ത വന്നു, ക നിനക്ക് വന്നു കിട്ടിയെന്ന് പറയാം. വഹൽ അത്താക്ക, നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ അഥവാ ലഭിച്ചിട്ടുണ്ടോ എന്നർത്ഥം. വഹൽ അത്താക്ക, നിനക്ക് ലഭിച്ചിട്ടുണ്ടോ. ഖുർആൻ പല സ്ഥലത്തും ഉണ്ടല്ലോ ഹൽ അത്താക്ക എന്നുള്ള പ്രയോഗം. വഹൽ അത്താക്ക, നിനക്ക് ലഭിച്ചിട്ടുണ്ടോ. നബ വർത്തമാനം, വിവരം, വാർത്ത എന്നൊക്കെ പറയാം. നബ വിവരം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ. അൽ ഹസ്മി, വഴക്ക് കൂടുന്ന കക്ഷികൾ അല്ലെങ്കിൽ വ്യവഹാര കക്ഷികൾ, അവരുടെ വിവരം നിനക്ക് കിട്ടിയോന്നാണ്. ഇത് ആ സന്ദർഭത്തിൽ, ഏതാണ് സന്ദർഭം, തസവ്വറു,
അവർ കയറിച്ചെന്നു, മുകളിലൂടെ കയറി വരുന്നതിന്, മതിലിൻ്റെ മുകളിലൂടെ. ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്നു, അല്ലെങ്കിൽ ചുമര് കയറി വന്നു. അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ ചുമര് കയറി അവർ വന്നു. ആ വിവരം നിനക്ക് അറിയുമോ പ്രവാചകരെ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. 22-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. إذ دخلوا على داود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط. ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണല്ലോ. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നൊരു സംഭവം. അതായത് ഇദ് ദഖലു അലാ ദാവൂദ, അവർ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ പ്രവേശിച്ച സന്ദർഭം, ആ സന്ദർഭം നീ ഒന്ന് ഓർത്തോന്ന. അവർ ഈ രണ്ട് കക്ഷികൾ, വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന രണ്ട് കക്ഷികൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് കയറി വന്നു എന്ന് പറഞ്ഞല്ലോ, മതിൽ ചാടിക്കടന്ന്, ചുമര് ചാടിക്കടന്നിട്ട്. അങ്ങനെ ആ വന്ന സന്ദർഭത്തിൽ ഫഫസിഅ മിൻഹും, ദാവൂദ് നബി അലൈഹി സ്വലാമിന് പെട്ടെന്നൊരു ഭയമുണ്ടായി. ഖാലൂ ലാ തഖഫ്, അവർ പറഞ്ഞു ഭയപ്പെടേണ്ടതില്ല, നിങ്ങളെന്തെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ, വേറെ പ്രയാസവും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല, മറിച്ച് ഖസ്മാനി, ഞങ്ങൾ രണ്ട് കക്ഷികളാണ്. ബഗാ ബഅ്ദുന അലാ ബഅ്ദ്, ഞങ്ങൾ പരസ്പരം അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് കക്ഷികൾ, ഈ കക്ഷികളിൽ ഒരു കക്ഷി മറ്റൊരു കക്ഷിയോട് അതിക്രമം ചെയ്തിട്ടുണ്ട്. പരാതിക്കാരൻ പറയുക, അന്യായക്കാരൻ പറയുക, ഞങ്ങളിങ്ങനെ രണ്ടാൾ നമുക്കൊരു വിഷയത്തിലൊരു തർക്കമുണ്ട്. പക്ഷെ അതിൽ ഒരാൾ മറ്റാളോട് അനീതിയാണ് പറയുന്നത്, അതിക്രമമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഫഹ്കും ബൈനന, ഞങ്ങൾക്കിടയിൽ നീ തീർപ്പ് കൽപ്പിച്ച് തരണം, ബിൽ ഹഖ്, നിജസ്ഥിതി അനുസരിച്ച്, യഥാർത്ഥത്തിൽ ന്യായപ്രകാരം, ഹക്കനുസരിച്ച്. ഹക്ക് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളതാണ്, ഹക്കനുസരിച്ച് വിധി പ്രസ്താവിച്ച് തരണം, ന്യായമനുസരിച്ച്. എവിടെയാണോ സത്യവും ന്യായവും ഉള്ളത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു തീർപ്പ് ഞങ്ങൾക്ക് കൽപ്പിച്ചു തരണം. വലാ തുഷ്തിത്ത്, നീ നീതികേടൊന്നും കാണിക്കരുത്. വഹ്ദിന ഇലാ സവാഇസ് സിറാത്ത്, എന്നിട്ട് ഞങ്ങൾക്ക് നേരായ പാത ഏതാണ് എന്ന് നിങ്ങൾ കാണിച്ചു തരികയും ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതായത് ഈ ആയത്തിൻ്റെ പ്രതിപാദന ശൈലിയിൽ നിന്നുള്ള സംഗതി വളരെ വ്യക്തമാണ്. രണ്ടാൾക്കാർ ഏതോ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായി അവർക്കിടയിൽ. സ്വാഭാവികമായും പ്രവാചകനും അതേസമയത്ത് ഭരണാധികാരിയുമായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അവർ സമീപിച്ചു. അവിടെ വന്ന സമയത്ത് ഇദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നു. അവർക്കറിയാം ദാവൂദ് നബി അലൈഹിസ്സലാം പ്രാർത്ഥനാ മണ്ഡപത്തിൽ കയറിയാൽ ഒരുപാട് സമയം പ്രാർത്ഥനയിലായിരിക്കും. അപ്പം അത്രയും സമയം കാത്തിരിക്കാൻ വയ്യ എന്ന നിലക്ക് സ്വകാര്യമായിട്ട് അംഗരക്ഷകരൊന്നും അറിയാത്ത നിലക്ക് മതിൽ ചാടി അല്ലെങ്കിൽ ചുമര് ചാടി കടന്നിട്ട് അവരകത്തേക്ക് കയറി. പെട്ടെന്നൊന്ന് ദാവൂദ് നബി അലൈഹി സ്വലാം ഭയപ്പെട്ടു. അവർ സമാധാനിപ്പിച്ച്, ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഒരു വിഷമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല, ഞങ്ങൾക്കിടയിലൊരു തർക്കമുണ്ട്, ആ തർക്കം എന്താണെന്ന് നിങ്ങൾ കേൾക്കണം, കേട്ടിട്ട് അത് ന്യായമായിട്ട് നിങ്ങളൊരു വിധി ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഞങ്ങളിങ്ങനെ പോകുകയാണെങ്കിൽ ഞങ്ങൾ അപകടത്തിൽ പെടും. അയാളത് പറയും, ഞാൻ എൻ്റെ ന്യായം പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങൾ പ്രയാസത്തിലാവും. അതുകൊണ്ട് ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു പ്രതിസന്ധി ഞങ്ങൾക്കിടയിൽ ഇല്ലാത്ത വിധം ഈ പ്രശ്നത്തിനൊരു തീർപ്പ് കൽപ്പിച്ചു തരണം എന്ന് അവർ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുകയാണ്. 22-ാമത്തെ ആയത്തിൻ്റെ പദാനുപദാർത്ഥം. ഇദ് ദഖലു, അവർ പ്രവേശിച്ച സന്ദർഭം. ഇദ്, ആ സന്ദർഭം. ദഖലു, അവർ പ്രവേശിച്ചു. അപ്പോൾ അവർ പ്രവേശിച്ച സന്ദർഭം അലാ ദാവൂദ, ദാവൂദിൻ്റെ അടുക്കൽ. അലാ, മേൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥമെങ്കിലും മലയാളത്തിൽ നമ്മൾ ദാവൂദിൻ്റെ അടുക്കൽ എന്നാണ് പറയുക. ദാവൂദിൻ്റെ മേൽ പ്രവേശിച്ചു എന്ന് പറയാറില്ലല്ലോ. അപ്പോൾ ദാവൂദിൻ്റെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ ഫസിഅ, അപ്പോൾ അദ്ദേഹം നടുങ്ങി അല്ലെങ്കിൽ ഭയന്നു വിറച്ചു. ഫസിഅ, ഭയന്നു അല്ലെങ്കിൽ നടുങ്ങി എന്ന് പറയാം. ഫസിഅ, അപ്പോൾ അദ്ദേഹം നടുങ്ങി. മിൻഹും, അവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരാൽ, അവരെ കൊണ്ട്, അവർ വന്ന കാരണത്താൽ. മിൻഹും, അവരാൽ, അവരെ സംബന്ധിച്ച്. ഖാലു, അവർ പറഞ്ഞു, ലാ തഖഫ്, താങ്കൾ പേടിക്കേണ്ടതില്ല. ലാ, വേണ്ട, തഖഫ്, പേടിക്കുക. ലാ തഖഫ്, താങ്കൾ പേടിക്കേണ്ടതില്ല. ഖസ്മാനി, രണ്ട് വ്യവഹാര കക്ഷികളാണ്, തർക്കത്തിലേർപ്പെട്ട രണ്ട് കക്ഷികൾ. ഖസ്മ് ഒരു കക്ഷി, ഖസ്മാനി രണ്ട് കക്ഷി.
തർക്കത്തിലിരിക്കുന്ന കക്ഷികൾക്കാണ് ഹസ്മ് എന്ന് പറയുക. ഹസ്മ് എന്ന് പറഞ്ഞാൽ തർക്കത്തിലിരിക്കുന്ന ഒരു കക്ഷി, ഹസ്മാനി എന്ന് പറയുമ്പോൾ തർക്കത്തിലിരിക്കുന്ന രണ്ട് കക്ഷി. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, ഒരു തർക്കം ഉണ്ടാകുമ്പോൾ എന്തായിരുന്നാലും രണ്ട് കക്ഷികൾ ഉണ്ടാവും. അതിലൊരു ഒരു ഹസ്മ് ഒന്ന്, ഹസ്മ് രണ്ട് എന്നാ പറയുക, ഒന്നാം കക്ഷി രണ്ടാം കക്ഷി. അങ്ങനെ ഹസ്മാനി രണ്ട് വ്യവഹാര കക്ഷികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. ബഹ അതിക്രമം ചെയ്തു, അന്യായം ചെയ്തു. ബഅ്ളുന ഞങ്ങളിൽ ചിലർ, ബഅ്ള് ചിലർ, ചിലത് ഞങ്ങൾ. അപ്പം ബഅ്ളുന ഞങ്ങളിൽ ചിലർ അതിക്രമം ചെയ്തു, അന്യായം പ്രവർത്തിച്ചു. അലാ ബഅ്ളിൻ മറ്റു ചിലരുടെ മേൽ, അതായത് മറ്റു ചിലരോട് ഞങ്ങൾ പരസ്പരം അക്രമം ചെയ്തു. ഒരാൾ മറ്റൊരാളോട്, ആരൊരാൾ, ഞങ്ങളിൽ ഒരാൾ മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിച്ചു അല്ലെങ്കിൽ അന്യായം പ്രവർത്തിച്ചു. ഫഹ്കും ഫ അതിനാൽ, ആകയാൽ, ഉഹ്കും നീ വിധിക്കണം, നീ വിധി തരണം. ഫഹ്കും ആകയാൽ നിങ്ങൾ വിധി നൽകണം അല്ലെങ്കിൽ വിധിക്കണം. ബൈന ഇടയിൽ, ഞങ്ങൾക്ക്, ബൈനന ഞങ്ങൾക്ക് ഇടയിൽ, ഞങ്ങളുടെ ഇടയിൽ, ബിൽ ഹഖ് ന്യായപ്രകാരം, ഹക്കനുസരിച്ച്, യാഥാർത്ഥ്യമനുസരിച്ച് അല്ലെങ്കിൽ സത്യമനുസരിച്ച്, അപ്പം ന്യായമനുസരിച്ച് വിധിക്കണം. ബിൽ ഹഖ് എന്ന ന്യായപ്രകാരം. വലാ തുഷ്ടിത്ത് നീതികേട് കാണിക്കരുത്. ലാ അരുത്, തുഷ്ടിത്ത് നീതികേട് കാണിക്കുക. അപ്പം ലാ തുഷ്ടിത്ത് നിങ്ങൾ നീതികേട് കാണിക്കുകയും ചെയ്യരുത്. വഹ്ദിന ഞങ്ങളെ നയിക്കുകയും ചെയ്യണം. എന്നർത്ഥം. ഇഹ്ദി നയിക്കുക, വഹ്ദിന ഞങ്ങളെ നയിക്കുകയും ചെയ്യണം. ഇലാ സിറാത്ത്, ഇലാ സവാഇ സിറാത്ത്, ഇല നേരായ, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, പിന്നെ സവാ നേരായ, സിറാത്ത് പാത അല്ലെങ്കിൽ വഴി. അപ്പൊ ഇല ലേക്ക്, സവാ നേരായ, സിറാത്ത് പാത. അപ്പൊ ഇലാ സവാഇ സിറാത്ത് നേരായ പാതയിലേക്ക് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണം. إن هذا أخي له 99 نعجة ولي نعجة واحدة فقال أكفلنيها وعزني في الخطاب. 23-ാമത്തെ ആയത്ത് സംഭവം വിശദീകരിക്കുക. രണ്ട് കക്ഷികൾ വന്നല്ലോ, തർക്കത്തിലേർപ്പെട്ട കക്ഷികൾ. അതിലൊരു കക്ഷി അന്യായക്കാരൻ അന്യായം ബോധിപ്പിക്കുക. ഇന്ന ഹാദാ അഖീ നിശ്ചയം ഇതെന്റെ സഹോദരനാണ്. ലഹു 99 നഅ്ജതൻ അവന് 99 പെണ്ണാടുകളുണ്ട്. ഇടയാട് എന്ന് ചിലർ പറയും, പെണ്ണാട് ഉണ്ട് അയാൾക്ക്, എൻ്റെ സഹോദരന്. വലിയ നഅ്ജത്തുൻ വാഹിദത്തുൻ എനിക്ക് ഒരു പെണ്ണാടുമുണ്ട്. എന്നിട്ട് അപ്പോൾ എൻ്റെ ഒരു ആട് മാത്രമുള്ളവൻ പറയാണ്, എനിക്ക് ആകപ്പാടെ ഉള്ളത് ഒരു ഇടയാടാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാടാണ് എനിക്കുള്ളത്. എൻ്റെ മറുകക്ഷിക്കായ ഈ സഹോദരന് 99 പെണ്ണാടുകളുണ്ട്. അപ്പം അവൻ പറയാ, ഫഖാല അവൻ പറയുന്നത്, അക്ഫിൽനീഹ അതും കൂടെ നീ എനിക്ക് ഏൽപ്പിച്ചു തരണം. എനിക്കാകെ ഒന്നുണ്ടല്ലോ, എനിക്കാകപ്പാടെ ഒന്നേ ഉള്ളൂ, അതും കൂടെ നീ എനിക്ക് വിട്ടു തരണം, എനിക്ക് തരണം എന്ന് അയാൾ ആവശ്യപ്പെടുന്നു. വഅസ്സനി എന്നെ അയാൾ അതിജയിച്ചിരിക്കുന്നു. ഫിൽ ഖിതാബ് സംസാര വൈഭവത്തിൽ ന്യായം പറഞ്ഞിട്ട് അയാൾ എന്നെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് അങ്ങോട്ട് പറഞ്ഞാലും അതൊന്നും യേശൂല. അതിനേക്കാളും ഭയങ്കര സംസാരവും ഭയങ്കര ന്യായീകരണവുമാണ് ഇയാൾക്കുള്ളത്. എനിക്കാണെങ്കിൽ ആകപ്പാട് ഒരാടേ ഉള്ളൂ, അയാൾക്കാണെങ്കിൽ 99 ആടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ് ന്യായം പറഞ്ഞിട്ട് എൻ്റെ ഒരാട്, ആകപ്പാട് എനിക്കുള്ള ഒരാട്, അതും കൂടെ ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കണം എന്നാണ് അയാൾ പറയുന്നത്. അതിന് അയാൾ ഒരുപാട് ന്യായങ്ങളും നിരത്തി വെക്കുന്നത്. ന്യായത്തിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റുപോവുകയും ചെയ്തിരിക്കുന്നത്. സത്യത്തിലാണെങ്കിൽ എനിക്ക് ആകപ്പാടുള്ളത് ഒരൊറ്റ ആടുള്ളത്, അതിനെനിക്ക് വിട്ടുകൊടുക്കാനും വയ്യ. ഇക്കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എനിക്ക് ഉണ്ടാക്കി തരണം, ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ പ്രത്യക്ഷത്തിന് അത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നുമല്ലോ, 99 ആടുള്ള ഒരാൾ ആകപ്പാട് ഒരു ആട് മാത്രമുള്ള ഒരു സാധുവിൻ്റെ ആ ആടും കൂടെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാശി പിടിക്കലും അതിന് ന്യായം നിരത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെന്നിട്ട് കേസ് പറഞ്ഞു, സംഭവം ഇതാണ്. പിന്നീട് ദാവൂദ് നബി അലൈഹിസ്സലാം അതിൽ കൊടുത്ത തീർപ്പ് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അപ്പോൾ ഈ സംഭവത്തെ പറ്റി ഒരുപാട് ഇസ്രായേലിയാത്തുണ്ട്. ഇസ്രായേലിയാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ കഥകൾ, ഒരുപാട് കെട്ടുകഥകൾ. എന്തായിരുന്നു ഈ സംഭവം, എന്താണ് ഈ തർക്കം, എന്തായിരുന്നു അതിൻ്റെ ഉള്ളിലിരിപ്പ് എന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ചുമര് ചാടിക്കടന്നു വന്ന 2 പേര് ആരായിരുന്നു? അത് കുറേ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അത് 2 മലക്കുകളായിരുന്നു, മനുഷ്യരൂപത്തിൽ വന്ന മലക്കുകളായിരുന്നു. അതല്ല മനുഷ്യന്മാർ തന്നെയാണ് എന്ന് പറയുന്നവരുണ്ട്. ഏതോട്ടെ 2 ആൾ അങ്ങനെ വന്നു. അത് ഈ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു അയച്ചതായിരുന്നു.
ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ഒരു ഭരണാധികാരി എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് രണ്ടും കൂടിയാണല്ലോ, ആ നിലക്ക് എന്തോ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് എന്നും ആ പോരായ്മകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രണ്ട് മലക്കുകളെ അള്ളാഹു നിയോഗിച്ചത് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശൈലി നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷെ എന്തായിരുന്നു ഈ സംഭവം അത് നമുക്ക് അറിഞ്ഞുകൂടാ. പല കെട്ടുകഥകളും ഈ വിഷയത്തിലുണ്ട്. ഈ കെട്ടുകഥകളൊക്കെ ഇങ്ങനെ പലതും വിശദീകരിച്ചിട്ട് ഒട്ടേറെ മുഫസ്സിറുകളിൽപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വളരെ വിശദമായിട്ട് ഇതൊക്കെ കഥകളൊക്കെ പലതും എടുത്തുദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരം കഥകൾക്ക് ഒന്നും തന്നെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ച് തന്നിട്ടില്ല. അല്ലെങ്കിൽ ഖുർആനിൽ മറ്റെവിടെയെങ്കിലും എന്തായിരുന്നു ഈ സംഭവം എന്ന് വിശദീകരിച്ച് തരുന്നില്ല. അതുകൊണ്ട് ഖുർആനിലും ഹദീസിലും നമ്മൾ എന്താണോ കാണുന്നത് അവിടെ നിന്നാൽ മതി, കെട്ടുകഥകളിലേക്ക് പോകേണ്ടതില്ല. അപ്പോൾ അതിൽ പറയുന്ന ഒരു കഥ, ചില കഥകളുടെ ഉള്ളടക്കം ദാവൂദ് നബി അലൈഹിസ്സലാമിന് 99 ഭാര്യമാരുണ്ടായിരുന്നു എന്നും പിന്നെ തൻ്റെ പട്ടാളക്കാരിൽ ഒരാളുടെ പട്ടാളത്തിൽ ഒരു സൈനികൻ്റെ ഭാര്യയെ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരിക്കൽ വേണ്ടത്ര വസ്ത്രമില്ലാത്ത തരത്തിൽ കണ്ടു എന്നും, എന്നിട്ട് അത് കണ്ട മാത്രയിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന് ആ സ്ത്രീയെ വല്ലാതെ തൻ്റെ ഭാര്യയാക്കണമെന്ന് മോഹമുണ്ടായി എന്നൊക്കെയുള്ള ചില കെട്ടുകഥകൾ, ഇസ്രായേലിയാത്ത് കഥകളുണ്ട്. അപ്പോൾ 99 ഈ പെണ്ണാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാവൂദ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്ന 99 ഭാര്യമാരാണെന്നും മറ്റേ കൂടെ വന്നിട്ടുള്ള ആൾക്ക് എനിക്ക് ആകെ ഒരു പെണ്ണാടേ ഉള്ളൂ എന്നത്, എനിക്കൊരു ഭാര്യ മാത്രമേ ഉള്ളൂ എന്നതാണ് എന്നൊക്കെ ചില കഥകളിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നീ അത് ചെയ്തത് അങ്ങനെ നീ ആ പെണ്ണിനെ മറ്റൊരാളുടെ ഭാര്യയെ നിന്റെ ഭാര്യയാക്കണമെന്ന് നീ ആഗ്രഹിച്ചത് അത് നീ ചെയ്ത കൊടിയ അനീതിയാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളുണ്ട്. പക്ഷേ ഈ കഥകൾക്കൊന്നും യാതൊരു ന്യായവുമില്ല. അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ നിലവാരം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയെ തൻ്റെ ഭാര്യയാക്കണമെന്ന് ഒരു പ്രവാചകൻ അങ്ങനെ മോഹിക്കാൻ പാടില്ലല്ലോ. ഒരു പ്രവാചകന്റെ പദവിയിലേക്ക് ചേർന്നതല്ല അത്. മൂന്നാമതൊരു ഭാര്യയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എത്രയോ പെണ്ണുങ്ങൾ ഇവിടെ നാട്ടിലുണ്ടാവുമല്ലോ. പക്ഷേ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയെ അയാൾ മോഹിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഉൾക്കൊള്ളാൻ കഴിയും. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പം ഇതൊക്കെ മുൻഗാമികളായ പ്രവാചകന്മാരെ കളിയാക്കാൻ അല്ലെങ്കിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടി ഇസ്രായേലിയരുണ്ടാക്കിയിട്ടുള്ള ജൂതന്മാരുടെ ചില കുതന്ത്രങ്ങൾ മാത്രമാണ് അത്. ഇസ്രായേലിയാത്ത് പെട്ടത്. അപ്പോൾ ആ കഥകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. അങ്ങനെ കുറേ കഥകൾ ഈ വിഷയത്തിൽ പ്രചരിക്കുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചും സുലൈമാൻ നബിയെ സംബന്ധിച്ചൊക്കെ 100,000 കഥകൾ പ്രചരിക്കുന്നുണ്ട്. കഥകളുണ്ട്. ഇതൊക്കെ കഥ എന്നതിൽ കവിഞ്ഞ് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അഅലം. പ്രിയപ്പെട്ട പഠിതാക്കളെ, ഇന്നത്തെ ക്ലാസ് അല്പം ദീർഘമാണ്. എനിക്കറിയാം അത്. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു സംഭവം, അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു സംഭവത്തെ വിശദീകരിക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത്. പൂർണ്ണമായിട്ടില്ല. ദാവൂദ് നബി അലൈഹി സ്വലാം അതിനെടുത്ത തീരുമാനം അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കാം. ഒരു സംഭവത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, ഒരു പോയിന്റിൽ എവിടെയെങ്കിലും ഒന്ന് എത്തണ്ടേ, ആ നിലക്കാണ് ഞാൻ ഇത്രയും ആയത്തുകൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഠിതാക്കൾ മനസ്സിരുത്തി കേൾക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. പിന്നെ ഒരു നല്ലൊരു കഥ, ഒരു സംഭവം ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ആകർഷണീയത ഉണ്ടാവും എന്ന് എനിക്കറിയാം. കേട്ട് തുടങ്ങിയാൽ പിന്നെ എല്ലാവരും കേട്ടോളൂ. ഇനിയിപ്പോൾ ഈ സംഭവം എവിടെ അവസാനിച്ചു, എന്താണ് ഈ തർക്കത്തിലുണ്ടായ തീരുമാനം, പിന്നെ എന്തായിരുന്നു, ആ തീരുമാനം ശരിയായിരുന്നു തെറ്റായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ട് മടുപ്പ് തോന്നൂല എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഖുർആൻ പഠിക്കാൻ കൂടുതൽ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും.